മനുഷ്യാവകാശം പാടി ഞങ്ങൾ മനോജ്ഞാഭിലാഷം. ആടി ഞങ്ങൾ സമൃദ്ധിതൻ നൃത്തം കൂടി ഞങ്ങളീ ഏകത്വബോധം. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വരികളാണിവ. വിവിധ സംസ്കാരവും കലാവൈവിധ്യവും കൊണ്ട് പേരുകേട്ട നാടാണ് പൊന്നാനി. മതമൈത്രിക്കും സഹിഷ്ണുതയ്ക്കും പേരുകേട്ട പ്രദേശം കൂടിയാണിത്. മലപ്പുറം ജില്ലയിലെ ഒരു പുരാതന തുറമുഖമാണ് പൊന്നാനി. അറബിക്കടലിന്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് വലിയ ജുമാഅത്ത് പള്ളി. വാസ്തുശില്പ മാതൃക കൊണ്ടും മതപഠന കേന്ദ്രമെന്ന നിലയിലും ശ്രദ്ധേയമായ പള്ളി ക്രിസ്തുവർഷം 1510 നിർമ്മിക്കപ്പെട്ടതെന്ന് ബ്രിട്ടീഷ് ചരിത്രകാരനായ വില്യം ലോഗൻ മലബാർ മാനുവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പേർഷ്യൻ അറേബ്യൻ കലാരൂപങ്ങളും ഉത്തരേന്ത്യൻ സംസ്കാരവും പൊന്നാനിയിൽ സജീവമാണ്. പുറം നാടുകളുമായി പുരാതന കാലം മുതലേ ഉണ്ടായിരുന്ന കച്ചവട ബന്ധമാണ് ഇതിന് കളമൊരുക്കിയത്. ഒരുപാട് ചരിത്രം അരങ്ങേറിയ തീരമാണിത്. ഇന്നിത് വികസനത്തിന്റെ പാതയിലാണ്. മത്സ്യബന്ധന തുറമുഖത്തിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവഴി ഒരുപാട് തൊഴിലവസരങ്ങൾ പൊന്നാനിയിലേക്ക് വരുന്നു. നമ്മുടെ ഭാരതപ്പുഴയും തിരൂർ പുഴയും ഒത്തുചേർന്ന് അറബിക്കടലിൽ പതിക്കുന്നു എന്നൊരു വിശേഷതയും പൊന്നാനിക്കുണ്ട്. മലബാറിന്റെ തീരമേഖലയ്ക്ക് പുതിയ ഗതാഗത മാർഗം തുറക്കുകയും മലപ്പുറം ജില്ലയിലെ കാർഷിക ടൂറിസം, ശുദ്ധജല വിതരണ മേഖലയിൽ വൻ നേട്ടം സാധ്യമാക്കുകയും ചെയ്യുന്നതാണ് ഈ കാണുന്ന ചമർവട്ടം കം റെഗുലേറ്റർ ബ്രിഡ്ജ്. ഇതുമൂലം കൊച്ചി കോഴിക്കോട് യാത്രയ്ക്ക് 38 കിലോമീറ്റർ കുറവുള്ള പുതിയൊരു പാതയാണ് ജനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഭാരതപ്പുഴയിൽ 13 കിലോമീറ്റർ നീളത്തിലും 6 മീറ്റർ ഉയരത്തിലും ജലം സംഭരിക്കാൻ സാധിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. പൊന്നാനി ടൂറിസത്തിന്റെ മറ്റൊരു തലമാവുകയാണ് ഈ കാണുന്ന BM കായൽ. എല്ലാ വർഷവും ഓണത്തിനിടെ വള്ളംകളി സംഘടിപ്പിക്കാറുണ്ട്. കായൽ തീരത്ത് വിനോദസഞ്ചാരികൾക്ക് സുഖമായി താമസിക്കുവാൻ വിശ്രമ കേന്ദ്രവുമുണ്ട്. പൊന്നാനിയിൽ ജനിച്ച് ഈ പൊന്നിന്റെ മണ്ണ് തൊട്ട കലാകാരന്മാരാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി, KCS പണിക്കർ, അക്കിത്തം നാരായണൻ, TK പത്മിനി, വള്ളത്തോൾ നാരായണ മേനോൻ, കുട്ടികൃഷ്ണൻ മാരാർ, MT വാസുദേവൻ നായർ, M ഗോവിന്ദൻ, ബാലാമണിയമ്മ, ഉറൂപ്പ്, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, അങ്ങനെ നീളുന്നു ആ നിര. ഭൂതം വന്ന് പിടിച്ച് മെല്ലെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി. പൊന്നുണ്ണേ പൂങ്കരളെ ഓം നണയും പൊൻകതീരെ വണ്ടോടിൻ വടിവിലും നീലക്കല്ലോലകളിൽ ഈ കാണുന്ന മുത്തശ്ശിമാവിന്റെ ചുവട്ടിലിരുന്നാണ് ഇടശ്ശേരി പൂതപ്പാട്ട് എഴുതിയത്. ഇത് തൃക്കാവ് ക്ഷേത്രം. ക്രിസ്തുവർഷം 1766 92 നിർമ്മിക്കപ്പെട്ടതാണെന്ന് കരുതുന്നു. മൈസൂർ ഭരണാധികാരികളായിരുന്ന ഹൈദർ അലി, ടിപ്പു സുൽത്താൻ എന്നിവരുടെ ആക്രമണത്താൽ ഈ ക്ഷേത്രത്തിന് സാരമായ കേടുപാട് പറ്റിയെന്നും പിന്നീട് ക്ഷേത്രത്തെ 1861 സാമൂതിരി രാജാവ് പുനരുദ്ധാരണം നടത്തിയെന്നും ചരിത്രത്തിൽ പറയുന്നു. ചരിത്രത്തിൽ പൊന്നാനിയുടെ പേരിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒരുപാട് മിത്തുകൾ പ്രചാരത്തിലുണ്ട്. അതിലൊന്നാണ് പണ്ട് ആഴവാഞ്ചേരി തമ്പ്രാക്കളുടെ ഭരണകാലത്ത് പൊന്നുകൊണ്ടുള്ള ആനകളെ നടത്തിപ്പിച്ചിരുന്നെന്നും പൊന്നാനകളിൽ നിന്നാണ് പൊന്നാനി എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു. ഈ വികസനത്തിന്റെ പാതയിലും പൊന്നാനിക്കാർ എന്നും കൈവിടാതെ അടുപ്പിക്കുന്നത് ഇവിടുത്തെ വിവിധ സംസ്കാരങ്ങളും രുചികലാവൈഭവങ്ങളുമാണ്. ഇടശ്ശേരിയുടെ കവിതയെ അർത്ഥപൂർണമാക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
സംസ്കാരങ്ങളെ കൊണ്ട് സമ്പന്നമായ ഈ പൊന്നാനി പേര് പോലെ തന്നെ ഒരു പൊന്നാണ്.